വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് ഒടുവിൽ ഗതികെട്ട് ഹർത്താലിനിറങ്ങി തിരിച്ചിരിക്കുകയാണ് LDFും UDFും ഒപ്പം വിവിധ സംഘടനകളും. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ളത് സാമ്പത്തിക സഹായം മാത്രമാണെന്നും നഷ്ടപരിഹാരമല്ലെന്നുമുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൂടാതെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന കാര്യം അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ കത്തിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായ തടസ്സവാദങ്ങൾ 15ാം ധനകാര്യ കമ്മീഷൻ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ്. കേന്ദ്ര ധന കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പേജുകൾ മാറ്റിവെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഡിസാസ്റ്റർ റിസ്ക് ഫിനാൻസ്. 2005 മുമ്പ് വരെ ഒരു ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം സഹായം കൊടുക്കുക എന്നതായിരുന്നു രീതി. എന്നാൽ 2005 ദുരന്ത നിവാരണ നിയമത്തോടെ ഈ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് ഒരു ദുരന്തം മുന്നിൽ കണ്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും ബോധവൽക്കരണവും മുതൽ ദുരന്തമുണ്ടായാൽ കൈക്കൊള്ളേണ്ട നടപടികളും ദുരന്തശേഷമുള്ള പുനർനിർമ്മാണം വരെ നീളുന്ന വലിയ സമഗ്രമായ സമീപനമാണ് നിലവിലുള്ള രീതി. കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇതിൽ വലിയ പരിഗണന നൽകുന്നുണ്ട്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതും ഒപ്പം സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിനെയും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരള BJP. കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് പുനരധിവാസത്തിനുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം അനുവദിക്കാത്തതെന്ന പതിവ് വാദമാണ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിക്കുന്നത് പ്രകാരം 100 രൂപയാണ് SDRFിൽ ഉള്ളതെങ്കിൽ അതിൽ 80 രൂപ ദുരന്ത പ്രതികരണത്തിനും 20 രൂപ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുകൾക്കുമാണ് അനുവദിക്കേണ്ടത്. ഈ 80 രൂപയെ ദുരന്ത സഹായം, പുനർനിർമ്മാണം, തയ്യാറെടുക്കൽ ചെലവുകൾ എന്നിങ്ങനെ 3ആയി വീതിക്കണം. ഇതുപ്രകാരം സംസ്ഥാനങ്ങളുടെ ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കമ്മീഷൻ ശുപാർശ ചെയ്തത് ആകെ 1,28,122 കോടി രൂപയാണ്. ഇതിൽ ദുരന്ത സഹായത്തിനായി 64,061 കോടി രൂപയും പുനർനിർമ്മാണത്തിനും നഷ്ടപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി 40,846 കോടി രൂപയും തയ്യാറെടുപ്പ് ചെലവുകൾക്കായി 16,015 കോടി രൂപയുമാണ് ധനകമ്മീഷൻ ശുപാർശ ചെയ്തത്. ഇനി ഇതേ രീതിയിൽ കേന്ദ്ര സർക്കാരിന് കീഴിലെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിലെ 54,770 കോടി രൂപയിൽ 27,385 കോടി സഹായത്തിനായും 20,539 കോടി പുനർനിർമ്മാണത്തിനായും 6,846 കോടി തയ്യാറെടുപ്പ് ചെലവുകൾക്കുമാണ്. ഈ മാനദണ്ഡങ്ങളെയാണ് സഹായമല്ലാതെ നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയില്ല എന്ന വാദത്തിലൂടെ കേന്ദ്രം തന്നെ കേരളത്തിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഇതിനേക്കാളൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത മാനദണ്ഡങ്ങൾക്കപ്പുറമാണ് വയനാട്ടിലെ ദുരന്ത തീവ്രത എന്നതാണ്. നിലവിൽ SDRFിൽ അനുവദിച്ച തുകയുടെ പേരിലാണ് കേന്ദ്രം കേരളത്തിന് സഹായം നൽകിയെന്ന പ്രചാരം BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്നത്. വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല, പ്രത്യേക സാമ്പത്തിക പിന്തുണയാണ് എന്നത് നേരത്തെ തന്നെ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉത്തരാഖണ്ഡ്, അസം, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അടിയന്തര സഹായം അനുവദിച്ചപ്പോഴും കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടിവന്നു. സമാനതകളില്ലാത്ത ദുരന്തമാണ് മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ചത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 251 പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത്. 47ഓളം പേരെ കാണാതായി. 1000-ലേറെ വീടുകൾ വാസയോഗ്യമല്ലാതായി. ദുരന്താനന്തര പ്രവർത്തനങ്ങൾക്കായി എത്ര തുക ലഭിച്ചാലും മതിയാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നിട്ടും കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യത്തോടെ നിഷേധാത്മക നിലപാടാണ് കേരളത്തിനെതിരെ സ്വീകരിക്കുന്നത്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിതരായവരുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനായി നാശനഷ്ടങ്ങൾ നികത്തി അതിവേഗം മേഖലയെ പുനർജീവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അചഞ്ചലമായ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിലുള്ള നടപടികളും ശ്രദ്ധേയമായിരുന്നു.
ദുരന്തബാധിതരുടെ പുനരധിവാസം റെക്കോർഡ് വേഗത്തിലാണ് നടപ്പാക്കിയത്. 795 കുടുംബങ്ങളിൽ നിന്നും 2569 പേരെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പുനരധിവസിപ്പിച്ചു. ഇവർക്ക് താമസ സൗകര്യം ഉറപ്പാക്കാൻ വൈത്തിരി താലൂക്കിൽ താൽക്കാലിക വാടക വീടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കി. ദുരന്തത്തിനിരയായ 821 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ ആദ്യഘട്ടത്തിൽ തന്നെ കൈമാറി. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും ഇതിനോടകം വിതരണം ചെയ്തു. മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്കായി 173 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അനുവദിച്ചു. ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി ഒരു മാസത്തേക്ക് പ്രതിദിനം 300 രൂപ എന്ന കണക്കിൽ 1259 കുടുംബങ്ങൾക്ക് നൽകി. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 300 രൂപ പ്രകാരം 752 കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 507 കുടുംബങ്ങൾക്കുമാണ് ധനസഹായം നൽകിയത്. ബന്ധു വീടുകളിലേക്ക് മടങ്ങിയവർക്കും തുല്യ പരിഗണനയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത്. 543 കുടുംബങ്ങൾക്കാണ് ഈ വിഭാഗത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തലിലൂടെ സഹായം നൽകുക. എല്ലാ മാസവും 5-ന് മുൻപായി താൽക്കാലിക പുനരധിവാസത്തിനുള്ള വാടക 6,000 രൂപ അക്കൗണ്ട് വഴി കൈമാറുന്നു. കൂടാതെ 583 കുടുംബങ്ങൾക്ക് ഫർണിച്ചർ, കിടക്ക, പാത്രങ്ങൾ എന്നിവയടങ്ങിയ ബാക്ക് ടു ഹോം കിറ്റുകൾ താമസ സ്ഥലത്ത് എത്തിച്ചു നൽകാൻ ജില്ലാ ഭരണകൂടം ജീവനക്കാരെ വിന്യസിക്കുകയും ചെയ്തു. എന്നാൽ എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിപ്പോയ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ വയനാടിനായി ഇതുവരെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, സഹായം നൽകാതിരിക്കാൻ കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക കൂടി ചെയ്യുകയാണ്.